ഹലോ വെൽക്കം ടു ഹിലാസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ പൊറോട്ടയാണ്. അതും കേരള പൊറോട്ട വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ചോറാണ്. ചോറ് അരച്ചതാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത്. 2 കപ്പ് ചോറ് അരച്ചതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. 1 സ്പൂൺ പഞ്ചസാര, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ സോഫ്റ്റ് ആവാൻ നമ്മുടെ പൊറോട്ടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ചോറ് അരച്ചതാണ്. സോ ഇത് നന്നായി കുഴച്ച് ഒരു വലിയ ബോളാക്കിയിട്ട് ഒരു അരമണിക്കൂർ 50 മിനിറ്റ്സ് ടു എത്ര നേരം വെച്ചാലും അത്രയും നല്ലതാണ്. ഒന്നുകിൽ ചൂടുള്ള സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു തണുത്ത ക്ലോത്തിൽ റാപ്പ് ചെയ്തിട്ട് വെക്കുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിതിന് അരമണിക്കൂറിന് ശേഷം നമ്മളതിന് ബോൾസ് ആക്കിയിട്ട് റൗണ്ട് ചെയ്ത് പിടിച്ച് വെക്കണം. ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഓയിൽ തേച്ചിട്ട് ഇതും ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. ശേഷം ഓരോ ബോളിനെ എടുത്ത് നമ്മൾ പരത്തുക. വീശിയിട്ട് വേണമെങ്കിൽ അടിക്കാം. ഇങ്ങനെ വീശി അടിക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പരത്തിയിട്ട് വലിച്ച് വെച്ചാൽ മതി. അത് വേഗം സ്റ്റിക്കി ആവും, മൈദ ആയതുകൊണ്ട്. സോ നിങ്ങളെ കംഫർട്ട് പോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഓയിൽ തേക്കുകയാണ്. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് നമ്മളതിനെ സെൻറ്ററിൽ കട്ട് ചെയ്യുക. എന്നിട്ട് സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചിടുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ലെയേഴ്സായിട്ട് നമുക്ക് വരും. എന്നിട്ട് നമ്മൾ സാധാ പൊറോട്ട റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. സോ ഫ്ലവർ ഷേപ്പിൽ നമ്മൾ റോൾ ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് അതും ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കാം. സോ ഇനി അധികം പ്രോസസ്സില്ല. ജസ്റ്റ് ഈ ബോൾ എടുക്കുക, നമ്മൾ പരത്തുക, ചുടുക. ദാറ്റ്സ് ഇറ്റ്. സോ പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് താഴ്ത്തി വെക്കാം. എന്നിട്ട് 2 സൈഡും മറിച്ചിട്ട് ചുടുക. സോ നമ്മുടെ കേരള പൊറോട്ട റെഡിയായി. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. ഇനി പൊറോട്ടൻ്റെ യൂഷ്വൽ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടതിന് ശേഷം അതിനെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, സോ ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് 2 സൈഡും നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. സോ ബൈ.